ഹലോ, നമ്മൾ ഇന്ന് പോകുന്നത് ലിവർപൂളുള്ള ഫോംബി എന്ന ഒരു ബീച്ചിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് UK വന്നിട്ട് ഇത് കണ്ടോ, ഇത് ആക്ച്വലി ബ്രിഡ്ജാണ് കേട്ടോ. ഞാൻ ഇത്രയും നേരം വിചാരിച്ചുകൊണ്ടിരുന്നത് ട്രെയിൻ പോകുന്ന വഴിയായിരിക്കുമെന്നാണ്, ഞാൻ ഗേറ്റ് ആയിരിക്കുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതൊരു ബ്രിഡ്ജാണ്. അതിലും വഴി ഇത് പോകുന്നുണ്ട് കേട്ടോ, ബോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വീക്ക് ബ്രിഡ്ജ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം സ്റ്റോപ്പ് ലൈറ്റിൽ നമ്മൾ നിർത്തിയേക്കുവാണ് വണ്ടി. അപ്പം ഞാനും ഉണ്ട്, ഇതേ അഞ്ചും ഉണ്ട്, കുഞ്ഞുമറിയും ഉണ്ട്. കുഞ്ഞുമറിയും ബീച്ചിൽ പോകാമെന്ന് പറ. ബീച്ചിൽ കാക്കേനെ കാണാൻ കാക്കേനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ദേ അവിടെ അവർ ബ്രിഡ്ജ് അതിന് ശേഷം ഇത് കണ്ടോണോ, ഒരാൾ വന്നിട്ട് ഇത് കണ്ടോ, കൈ കൊണ്ട് ഇങ്ങനെ നേരെ ആക്കി വെക്കുവാണ് കേട്ടോ. അടിപൊളി. ഞാനിത് ആദ്യമായിട്ടാണ് UK ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ റെഡ് ലൈറ്റ് മാറി കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഫോംബി ബീച്ചിലേക്ക് പോവുക. അതിനുശേഷം പിള്ളേരെയൊക്കെ ഒന്ന് വെള്ളത്തിലിറക്കി കുളിപ്പിക്കുക. നമ്മളും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുക. അതിനുശേഷം ഇതെല്ലാം 20 റോഡാണ് കേട്ടോ, നല്ല രസമുള്ള വഴിയാണ്. കുഞ്ഞുമറിയും ഇവിടെ ഇരുന്ന് ബൗബോനെ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞുപെണ്ണെ ബൗബോനെ കണ്ടോടി? ബൗബോനെ കണ്ടോ? നല്ല ഭംഗിയുള്ള സിറ്റുവേഷനാണ്, നല്ല ഭംഗിയുള്ള അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മൾ പോകുന്നതെല്ലാം ചെറിയ റോഡുകളാണ്, 30 റോഡാണ്. അതുകൊണ്ടാണ് 8 മൈൽസിന് ഏകദേശം 27 മിനിറ്റ് കാണിക്കുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫുള്ള് കൃഷിയൊന്നുമില്ല, ഇപ്പോൾ ഫുള്ള് പുല്ലാണ്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 60 മൈൽസിൻ്റെ റോഡിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റേഞ്ച് ഭയങ്കര കുറവാണ്, എനിക്ക് മാപ്പൊന്നും ലോഡാകുന്നില്ല. ഇവിടുന്ന് 3.6 മൈൽസേ ഉള്ളൂ, പക്ഷേ 17 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ചെറിയ റോഡുകളൊക്കെ ഇതിനിടയ്ക്ക് കാണുമായിരിക്കും, അല്ലെങ്കിൽ ചെറിയ സിറ്റീസ് കാണുമായിരിക്കും. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്നു പോകണമെന്ന് മാപ്പയിൽ പറഞ്ഞിട്ടുണ്ട്. വാക്കിംഗ് റിക്വയർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അവിടെ ചെന്നിട്ട് നോക്കാം. ഇന്ന് അടിപൊളി. UK ഇതുപോലത്തെ വെതർ ആയിരുന്നെങ്കിൽ ബെസ്റ്റായിരുന്നു. പക്ഷേ ഇതുപോലത്തെ വെതർ ഇവിടെ കിട്ടത്തില്ല. ഇവിടെ ഒരു വർഷം ഒരു മിക്കവാറും 2 മാസമൊക്കെ ഇങ്ങനത്തെ വെതർ കാണത്തുള്ളൂ. ഇതിപ്പോൾ കണ്ടോ, നമുക്ക് വിൻഡോ, അല്ലെങ്കിൽ സാധാരണ ഈ വണ്ടിയുടെ ഗ്ലാസ് നമ്മൾ തുറക്കാറേ ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഫുള്ള് എല്ലാം ഓപ്പൺ ആക്കിയിട്ടിരിക്കണം. എല്ലാവരും അത് കൂട്ടാണ്, എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് ഇന്ന് പുറത്തായിരിക്കും. അപ്പം നമ്മളും അത്യാവശ്യം ഫുഡും അതുപോലെ നമുക്കുള്ള ചെറിയ സ്നാക്സും ഡ്രിങ്ക്സും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ഉച്ചയ്ക്ക് നല്ല സൺബാത്താണ് എല്ലാവർക്കും കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയാണിത്. ഉച്ചയ്ക്ക് സമയം ഇപ്പോൾ എത്രയാണെന്നറിയോ? കറക്റ്റ് 1:30 നല്ല വെയിൽ, അടിപൊളി വെതർ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ കിട്ടി. അപ്പോൾ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 2-2.5 മൈലേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ ബീച്ചിലേക്ക്. അപ്പോൾ നമ്മളിതേ വണ്ടി ലോക്ക് ചെയ്യുന്നു. കുഞ്ഞുമറിയത്തിനായിട്ട് നമ്മൾ നേരെ ഇതുണ്ടല്ലോ, ഇതാണ് മക്ഡൊണാൾഡ്സ് ഇവിടുത്തെ. അപ്പോൾ നമ്മളിതേ റോഡ് ക്രോസ് ചെയ്യുന്നു. ഇവിടെ എന്താണെങ്കിലും പെഡസ്ട്രിയൻസിനാണ് പ്രയോറിറ്റി, പക്ഷേ എന്നാലും നമ്മൾ റോഡ് നോക്കി വേണം ക്രോസ് ചെയ്യാൻ. അപ്പോൾ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞ സണ്ണി ഡേ ആയതുകൊണ്ട് എല്ലാവരും പുറത്താണ് കേട്ടോ, ആൾക്കാരെല്ലാവരും പുറത്തായിരിക്കും. കുഞ്ഞുമറിയും പുറത്താണല്ലോ. കുഞ്ഞുമറിയത്തിന് ഇന്ന് വെള്ളത്തിൽ ചാടിക്കാൻ പോകാമെന്ന് പറഞ്ഞേ. ഇതേ ഇവിടെ രാത്രി ഇരിക്കുന്നുണ്ടോ അൻഷപ്പൻ. ഇവന്മാർ 2 പേരെ വെള്ളത്തിൽ തട്ടാൻ വേണ്ടി ക്യാമറ കണ്ടിട്ട് ചിരിക്കുന്നോ? അല്ല അൻഷപ്പൻ ആക്ച്വലി കഴിഞ്ഞ ദുബായിലെ വെയിലിന് ശേഷം അടുത്ത വെയിൽ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് തോന്നുന്നു കേട്ടോ, പ്രോപ്പറായിട്ട് ഒരു വെയിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ബീച്ചിൽ പോകും. ഇത് വെള്ളത്തിൽ ചാടുന്നുണ്ടോ? ഉറപ്പായിട്ടും വെള്ളത്തിൽ ചാടണ്ടേ. അപ്പോൾ ഇത് നല്ല അയ്യോ അതെ. UK നമ്മൾ ഇതിനു മുമ്പ് ചാടിയത് UK വാസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ലേക്ക് ഡിസ്ട്രിക്റ്റിലൊരു വെള്ളമുണ്ട് കേട്ടോ. അന്ന് റിബുന് ചാടാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ തണുത്ത് ഐഡിയലി ഫ്രീസിങ് കോൾഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു ഫ്യൂ ഡിഗ്രീസ് കൂടെ താഴെ പോയി ചിലപ്പോൾ വെള്ളം ഫ്രീസ് ആകുന്ന അത്രയും. അന്ന് വെയിലും ഉണ്ടായിരുന്നു, പക്ഷെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇന്ന് എന്താണ് ഞങ്ങൾ വെള്ളത്തിൽ ചാടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കുന്ന 2 മൈലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തുഞ്ഞോ ഇങ്ങോട്ട് നോക്കിയേ, ചിരിച്ചേ. ഞങ്ങൾക്കുള്ള ഫുഡുമായിട്ട് 2 പേരെ എത്തി. ഇന്ന് എല്ലാവരും ബ്ലാക്ക് ആണോ? അല്ല, ഇവർ 2 പേരും ബ്ലാക്ക്, ബാക്കി എല്ലാവരും കളർഫുള്ളാണ് കേട്ടോ. അൻഷപ്പ ബർഗർ കേട്ടോ. അൻഷപ്പ ബർഗറൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. UK ഈ വെതർ ഒരു 8 മാസം കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വീഡിയോ കാണുന്ന UK ഉള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. UK ഒരു 8 മാസം ഈ വെതർ അല്ലേ? 4 മാസം കട്ട തണുപ്പ്, മൊത്തം മറ്റേ ഐസ് കോൾഡ് ഫ്രീ. സമ്മറിലെങ്കിലും ഈ വെതർ കിട്ടിയാൽ മതിയായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞത്. ഇനി കണ്ടോട്ടെ, നാളെ കഴിഞ്ഞ് മറ്റന്നാളുള്ള 4 ദിവസം മഴയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ വണ്ടി ഇട്ട സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ നേരെ അവിടുന്ന് വണ്ടി എടുക്കുന്നു. ഇനി നേരെ ബീച്ചിലേക്കാണ് കേട്ടോ. ബീച്ച് വരെ വണ്ടി പോകത്തില്ല, നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നടന്ന് പ്രാമൊക്കെ ആയിട്ട് തള്ളിക്കൊണ്ട് വേണം പോകാനായിട്ട്.
എന്നാലും കുഴപ്പമില്ല. നമ്മുടെ വണ്ടി ദേ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. കുഞ്ഞുമറിയം ബാക്ക് ടു കാർ സീറ്റാണ് കേട്ടോ. ബാക്ക് ടു കാർ സീറ്റാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല വെയിൽ, അടിപൊളി. എല്ലാവരും ഫുള്ള് സൺസ്ക്രീൻ ഇട്ടിരിക്കുകയാണ്. ഇന്ന് അത്ര ഇഷ്ടമല്ല ഇപ്പോൾ ചാടുവേ. അതെ 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 ദേ കോഴി കോഴി. അഞ്ചപ്പം പറയാ ബീച്ചിൽ പോയിട്ട് മണ്ണി കളിക്കണമെന്ന്. നല്ല സ്ഥലമാണ് കേട്ടോ. രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള വീടുകളും നല്ല രസമുള്ളൊരു സ്ഥലം. ലിവർപൂൾ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഏരിയയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് 2.5 മൈലും കൂടെ ഉള്ളൂ. അമ്മേന്ന് ഒരാൾ പുറകെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പിള്ളേർ വിളിക്കുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി, കുഞ്ഞു പറയും ഇവിടെ ഒരു ആന പോകുന്നു, ആന പോകുന്നു, നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ട് റൗണ്ട് അബൌട്ട് വരുന്നുണ്ട്. റൗണ്ട് അബൌട്ടിൽ നിന്ന് 3rd എക്സിറ്റ് ആണ്. ശരിക്കും സത്യം പറയാലോ, ഈ വെതറിന് വെള്ളത്തിൽ ചാടിയാൽ രസമായിരിക്കും. നമ്മളിതൊക്കെ വിചാരിച്ച് അവിടെ ചെല്ലുമ്പോഴേക്കും വെള്ളം നല്ല തണുത്ത് മരച്ച് കിടക്കുമായിരിക്കും. നമുക്ക് നോക്കാം എന്താണെങ്കിലും. ഇവിടെ നമ്മൾ റൗണ്ട് അബൌട്ടിൽ വണ്ടി കയറ്റി കഴിഞ്ഞാൽ റൗണ്ട് അബൌട്ടിൽ കയറിയ വണ്ടിക്കാണ് പ്രയോറിറ്റി. അതായത് റൗണ്ട് അബൌട്ടിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ വേറെ ആൾക്കാരും അതിന് എൻട്രി ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വെറും 10 മിനിറ്റ് കൂടെ ഉള്ളൂ. 2 മൈൽസ്. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വീടുകളാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ UK നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ വീടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇത് ഭയങ്കര അൺയൂഷ്വലാണ് നമ്മൾ ഇങ്ങനത്തെ വീടുകൾ കാണുന്നത്. അത്രയ്ക്ക് അടിപൊളി വീടുകളാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു അനുസരിച്ച് മെയിൻ റോഡിൽ പോകുന്ന ആളുകൾക്കാണ് പ്രയോറിറ്റി. നമ്മൾ സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ ഒരിക്കലും നമ്മൾ സൈഡ് റോഡിലുള്ള ആൾക്കാർക്ക് വരാൻ വേണ്ടി വണ്ടി നിർത്തി കൊടുക്കാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ റൂള്. നമ്മളിവിടുത്തെ ടെസ്റ്റിന് എക്സാമിന് പോകുമ്പോഴേക്ക് നമ്മളിപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്, നമ്മൾ നിർത്തി കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഫെയിലാകും കേട്ടോ. പ്രയോറിറ്റി നോക്കി, ഇവിടെ മൊത്തം പ്രയോറിറ്റി റൂൾസ്. അതിന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വിട്ട് വേറെ കളിയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം UK നമ്മൾ വണ്ടി ഓടിക്കാൻ വരുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഇവിടുത്തെ ട്രാഫിക് റൂൾസ് പാലിച്ച് തന്നെ വണ്ടി ഓടിക്കണം. കാരണം വെച്ചാൽ ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാക്കി നല്ല ആക്സിഡൻറ്റ് ഉണ്ടാകത്തില്ല. കാര്യം ആൾക്കാർ നോക്കത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് പോകുന്ന വഴിക്ക് ഒരു വണ്ടി വന്ന് നിൽക്കുവാണെങ്കിൽ ആ വണ്ടി ഒരിക്കലും നമ്മളെ ക്രോസ് ചെയ്യത്തില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളെ കോൺഫിഡൻസ് നമ്മൾ ചിലപ്പോൾ നേരെ പോകും. ഇപ്പോൾ വണ്ടി കയറി കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് വന്നിട്ട് നേരെ ഇട്ടിയത് നല്ല ആക്സിഡൻറ്റ് ആകണം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ. കഴിഞ്ഞ ദിവസം വളരെ സാഡായിട്ടുള്ളൊരു ഇൻസിഡൻറ്റൊക്കെ ഉണ്ടായിരുന്നു. മലയാളി പയ്യൻ വണ്ടി ഇടിച്ചത്, ആൾ മരിച്ചുപോയി. ഭയങ്കര കേസാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഭയങ്കര പ്രശ്നമാണ്. അതും സീബ്ര ലൈനിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സീബ്ര ലൈനൊക്കെ ശരിക്കും പറഞ്ഞാൽ 30 റോഡിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സിഗ്നൽ കൺട്രോൾഡായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ മറ്റേ ഒരു പെഡസ്ട്രിയൻസിന് പ്രയോറിറ്റി ഉള്ളൊരു ക്രോസിംഗ് ഉണ്ടായിരിക്കും. UK വരുമ്പോഴേക്കും വണ്ടി ഓടിക്കുമ്പോൾ നമ്മളത് ഭയങ്കര കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കണം. റൂൾസ് പാലിച്ച് ഓടിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ചേച്ചി എന്നൊക്കെ പറഞ്ഞ ഒരാൾ പറഞ്ഞിരിപ്പുണ്ട്. ചേച്ചി എടാ, ചേച്ചി കാക്കി എന്തിയടാ? ഞാൻ അവിടെ പോയി പാർക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, അവിടെ എങ്ങുമില്ല. ഇത് അങ്ങനെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവാണ്. ഫ്രണ്ടിൽ നമ്മുടെ വണ്ടി പോകുന്നുണ്ടോ? ഞാനിന്ന് നമ്മുടെ ഡിസ്കവറി ആയിട്ട് ടെസ്റ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. ഇത് കണ്ടോടെ, ഇതേ കുഞ്ഞുമറിയും വിത്ത് കണ്ണാടി, അൻഷപ്പം പുറകിൽ ദീപു ഉണ്ട്, കുഞ്ഞു ബോബു ഉണ്ടോ. അപ്പോൾ ഇവിടെ കുഞ്ഞപ്പന് കണ്ണാടി, കുഞ്ഞുമരത്തെ കണ്ണാടി കൊള്ളാലോ. എൻ്റെ വണ്ടി നോക്കിയിട്ട് ഒരു ഡോഗ് വട്ടി പോകുന്നു കേട്ടോ. കാറെന്നാണ് ഒരാൾ പറഞ്ഞത്. നമ്മുടെ കാർ ഇങ്ങനെ കുറേ ആൾക്കാർ നോക്കി നടക്കുന്നുണ്ട്. അതിലൊരാളാണ് ഇവൻ കേട്ടോ. ഇവന് വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് പയ്യെ താഴേക്ക് ഇറങ്ങുവാണ്. ഇവർക്കങ്ങനെ ഇതുണ്ട്, വണ്ടി പോകുന്ന നല്ല രസമില്ല കാണാനായിട്ട്. ഇത് ശരിക്കും ബീച്ചിലേക്കുള്ളൊരു പാത്ത് വേ ആണ് കേട്ടോ. ഹായ്. അപ്പോൾ ബീച്ചിലേക്കുള്ളൊരു പാത്ത് വേ ആണ്. അപ്പോൾ അതിലും വഴി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പം നല്ല രസമുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. അതായത് നമ്മൾ അവിടെ നിന്ന് നടന്ന് ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1 കിലോമീറ്റർ എങ്കിലും നടക്കാനുണ്ടായിരിക്കും അല്ലേ?
അതിലും വേണ്ടി പ്രാമ് പൊക്കിക്കൊണ്ട് പോകേണ്ടിയിരിക്കും അല്ലേ? ഇവരുടെ പ്രാമ് കൊണ്ടുപോകലാണ് നമുക്കൊരു ടാസ്ക്. പക്ഷേ പ്രാമ് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം അല്ലെങ്കിൽ പിള്ളേരെല്ലാം വെയിലടിക്കും. ഓക്കെ, അവളെ വേണമെങ്കിൽ മൂടി വെച്ചോടി. ആ ഇച്ചിരി മൂടിക്കോ. എൻ്റെ ഡിഫൻഡറും ഫ്രണ്ടിൽ പോകുന്നു. നല്ല വെയിൽ. അന്ന് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം. അന്ന് നീ ഉണ്ടായിരുന്നോ? ആണോ? വൈകിപ്പോയി. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ നടന്ന് ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ ഒരു സ്ഥലം ഒന്ന് കണ്ടോ? ഇത് കണ്ടോ? അടിപൊളി സ്ഥലമാണ്. ആക്ച്വലി ഞങ്ങൾ മാത്രമേ വരാത്തുള്ളൂ. ദിബു അജയ് ഇതിനും കൂടെ വന്നിട്ടുള്ളതാണ്. പക്ഷേ അവർക്ക് അന്ന് തണുപ്പായിരുന്ന കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞേ. ഇഷ്ടപ്പെട്ടോ? ശരിക്കും പറഞ്ഞാൽ ഡിഫൻഡർ എടുക്കായിരുന്നു വേണമെങ്കിൽ. ഓ വിരലെവിടെ എത്തുന്നില്ല അല്ലേ? അത് പിടിക്കുന്നതിൻ്റെയാ. പക്ഷെ എനിക്കിത് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കും അത് ഒറ്റ കൈയിൽ ബാലൻസ് ആയത്. അല്ലെങ്കിൽ ഫിസിക്ക് 2 കൈയാണ് നല്ലത്. ഇതൊരു കുഞ്ഞപ്പം പട്ടി പോകുന്നുണ്ടോ? നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. കുഞ്ഞുമറിയാണെങ്കിൽ അവിടെ ബോബോ എന്ന് പറയുന്നുണ്ട്. കുഞ്ഞി പിള്ളേർക്ക് ഇത്, ആ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അത് നോക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമുക്കറിയാം. പക്ഷേ ഇവിടുത്തെ പിള്ളേർ ഭയങ്കര വെൽ ബിഹേവ് ആണ്. അവന്മാർക്ക് കാണാൻ തോന്നുവാണ്, അവന്മാർ നോക്കും, അവന്മാർ വിട്ടു പോവുകയും ചെയ്യും. അതെ, അത്രേ ഉള്ളൂ. ഈ കവറിലിട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. അടിപൊളി കേട്ടോ. ഫുള്ള് തിരക്കാണ്. നിങ്ങൾ കണ്ടോ? മൊത്തം തിരക്ക്. ദിബു ഓൾറെഡി സെറ്റായി വെള്ളത്തിൽ ചാടാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം പോയി വെള്ളത്തിൽ ചാടും. ഹൈറ്റ് ടൈഡിൻ്റെ സമയമാണ്. അവിട്ടം വരെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു, വെള്ളത്തിൽ ചാടുന്നു. പിന്നെ കുറച്ച് നേരം അതിനുശേഷം ഞാൻ ഈ ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. എന്നാലും വെള്ളത്തിൽ ചാടുമ്പോഴേക്ക് ഞാൻ ക്യാമറ കൊണ്ടുപോകുന്നില്ല. കാര്യം വെച്ചാൽ ഈ ക്യാമറ വാട്ടർ പ്രൂഫ് ഇല്ല, എന്തായാലും നനയും. അപ്പോൾ ഇനി നേരെ കുളിക്കാൻ പോകണം കേട്ടോ. ഇവരാരെങ്കിലും ഇടയ്ക്ക് വീഡിയോ എടുക്കുവാണെങ്കിൽ ആ വീഡിയോ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ഇവിടെ സെറ്റാണ്. ഫാമിലി ആയിട്ട് എല്ലാവരും വരുന്നു. ഫാമിലി ആയിട്ട് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ ഒരു ഇതുണ്ടോ. പിള്ളേരൊക്കെ ആയിട്ട് ഫുള്ള് കളിക്കാൻ വിടും. ഇതുണ്ടോ? കുഞ്ഞുമറിയൊക്കെ വെള്ളത്തിൽ ചാടാൻ റെഡിയാവണം. കുഞ്ഞുമറിയും ചൂടാണെങ്കിൽ കൊണ്ടുപോകാം കേട്ടോ. ദുബായ് ചാടിയുള്ള നമുക്ക് ചാടണ്ടേ? ചൂടാണെങ്കിൽ കൊണ്ടുപോകാം കേട്ടോ. അവളവിടെ കിടന്ന് ചാടി പറയുവാണ്. ഇതിപ്പോൾ പോയാലോ? കുഞ്ഞുമറിയും നടക്കാൻ പഠിക്കുന്ന കണ്ടോ? ഇത് കണ്ടോ? കുഞ്ഞുമറിയും എന്നാ ഇത് എവിടെയാണ് നടക്കുന്നത്? ബീച്ചിലാണോ? ഇങ്ങോട്ട് തിരിച്ചെടുത്തിക്ക്. കുഞ്ഞുമറിയും അപ്പയുടെ കുഞ്ഞിപ്പെണ്ണ് ബീച്ച് നടക്കുവാണോ? സിംസ്യൂട്ടിട്ട് ഇത് കണ്ടോ? ഇവിടെ നടക്കും ഒരാൾ. ആ ചേട്ടനാണ് അവിടെ. ഇവിടെ ഇഷ്ടംപോലെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഇതുണ്ടോ? ഫുള്ള് ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ചേട്ടന്മാർ പിള്ളേരൊക്കെ ഇത് കളിക്കുന്നുണ്ടോ? അപ്പം ഇവിടെ ഒരാളാണെങ്കിൽ മണലിൽ കുഞ്ഞിക്കാലൊക്കെ വെച്ചുകൊണ്ട് നടന്ന് പോവാണ്. ആദ്യം ഇച്ചിരി മടിയായിരുന്നു കേട്ടോ. സൺസ്ക്രീൻ ഒക്കെ ഇടിപ്പിച്ചാൽ ഇവിടെ കൊണ്ടുനിർത്തിയേക്കുന്നത്. ഇവൾക്ക് ആക്ച്വലി ഞങ്ങൾ ദുബായി പോയപ്പോഴേക്കും മേടിച്ചൊരു സ്വിംസ്യൂട്ടാണ്. ഇത് ഇപ്പം അവൾക്ക് ഇത്രയും കറക്റ്റ് പാകമായത്. കുഞ്ഞുമറിയാം ഒന്ന് ചിരിച്ചു കാണിച്ചു. എല്ലാവരും വീട്ടിൽ വയ്ക്കാൻ പറ്റേ. കുഞ്ഞുമരത്തിന് ബീച്ച് ഇഷ്ടപ്പെട്ടോ? ഒന്ന് വിട്ടടി അവളെ. അവിടെ വിട്ടേ, കൈ കൊണ്ട് വിട്ടേ. കൈ വിട്ട് എന്നെ എടുത്ത് നോക്കാലോ. ഒന്ന് വിട്ടേ. ആ അതേണ്ട അവിടെ ഇരുന്നു. കയ്യിലൊക്കെ എന്തൊക്കെയോ പറ്റി. എന്നാ പറ്റിയോ നോക്കുവാണ് കയ്യിലെ. എന്നാടാ കയ്യിൽ പറ്റിയേ? മണല് പറ്റിയോ? ഇതെന്നാ? എന്നാടാ കുഞ്ഞോ? ഇവിടെയൊക്കെ ഫുൾ ആൾക്കാരാണ്. ഈ ബീച്ചുണ്ടല്ലോ, ആ കാണുന്നത് തൊട്ട് ഫുള്ള് ഒരു 2-3 കിലോമീറ്റർ ഫുൾ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വെള്ളത്തിലിറക്കൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയതേ. കുഞ്ഞുമറിയൊക്കെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു. ഇപ്പോഴാണ് ഇവിടെ ശരിക്കും പറയാൻ തിരക്ക് കൂടി വന്നു കേട്ടോ. കാര്യം നമ്മൾ വന്നതിനേക്കാളും കൂടുതൽ ചൂടുമായി, വെള്ളത്തിന് നല്ല ചൂടുമായി. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഡിസ്കവറീനെ
നമ്മൾ ഇതുവരെ മണലിൽ കൂടെ ഓടിച്ചെടുക്കുക. ഫസ്റ്റ് മണലിൽ കൂടെ ഓടിക്കാൻ വേണ്ടി പോവാണ്. Thank you, mate. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂർ അടുപ്പിച്ച് ബീച്ചിൽ സമയം സ്പെൻഡ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ബീച്ച്? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? കുഞ്ഞുമറിയും ഉറങ്ങിപ്പോയോ? കുഞ്ഞുമറി ഉറങ്ങിപ്പോയി. അതിനുശേഷം നമ്മൾ ഡിസ്കവറി നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. ഇതെനിക്ക് തോന്നുന്നത് അടുപ്പിച്ചൊരു 3-3.5 മണിക്കൂർ ബാറ്ററി ടൈം ഉണ്ടെന്ന് കേട്ടോ. ഇഷ്ടംപോലെ ഞാൻ ഫുള്ള് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടിച്ചതാണ്. ഫുള്ള് വണ്ടി ഓടിയായിരുന്നു. അത് ഈ ബീച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ബീച്ചിലായിരുന്നോ? അടിപൊളി ബീച്ചായിരുന്നു. ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വെള്ളം എങ്ങനെ ഉണ്ടായിരുന്നു? വെള്ളം നല്ല സൂപ്പർ വെള്ളമായിരുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇച്ചിരി മടുപ്പായിരുന്നു. പക്ഷെ നല്ല അത്യാവശ്യം വാമായിരുന്നു. സത്യം. ഇതിന് നീളം, ചാസിക്ക് ഭയങ്കര നീളമാണ്. നിങ്ങൾ പറഞ്ഞാൽ നാളെ ഓ നമ്മൾ തിരിച്ച് വണ്ടിയിലെത്തി. നമ്മുടെ വണ്ടിയിലെത്തിയിട്ട് നമ്മുടെ കുഞ്ഞു വണ്ടിയൊക്കെ എടുത്ത് വണ്ടി സെറ്റാക്കി വെച്ചു. ഇത് നല്ലൊരു സർവീസിങ് തന്നെ ആവശ്യമുണ്ട്. ഇതുണ്ടല്ലോ ഫുള്ള് മണലാണ്. അതും ഉപ്പുള്ള മണലായതുകൊണ്ട് സർവീസ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും തുരുമ്പടിക്കും. നമ്മുടെ വണ്ടി കുറച്ച് പുറകിലേക്ക് ഇരിക്കട്ടെ. ഐസ് ബോക്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതുപോലത്തെ UK എന്നുള്ള വീഡിയോസ് സമ്മർ ഉണ്ടെങ്കിൽ പുറകെ വരുന്നതാണ് നമ്മുടെ ഫാമിലി ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമ്മുടെ വണ്ടിയുടെ വീഡിയോയും നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് കേട്ടോ.